ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രെയിം ടൂളിനെ പറ്റിയാണ്. സാധാരണയായി ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രൗസറൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ടൂള് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ ഫ്രെയിം ടൂൾ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് അറിയാം, ടൂൾ ബോക്സിൽ ഏകദേശം ഈ ഒരു സ്പേസിലായിട്ടാണ് ഫ്രെയിം ടൂൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ വർക്ക് സ്പേസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ വിൻഡോസിൽ വർക്ക് സ്പേസ് ഇപ്പോൾ മോഷൻ അല്ലെങ്കിൽ പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്, ഫോട്ടോഗ്രാഫി ആണ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഈ പറയുന്ന ടൂളുകളുടെ ലൊക്കേഷനിൽ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫ്രെയിം ടൂളിൻ്റെ ഏകദേശം നമുക്ക് ആ ഒരു സൈൻ അല്ലെങ്കിൽ ആ ഒരു ചിഹ്നം കണ്ടാൽ അറിയാം ഫ്രെയിം എന്ന് പറഞ്ഞൊരു ടൂള്, അതിൻ്റെ ആ ഒരു ഏകദേശം ആ ഒരു രൂപം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഫ്രെയിം ടൂളിൻ്റെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് കീബോർഡിൽ കെ അമർത്തി കഴിഞ്ഞാൽ ഫ്രെയിം ടൂൾ സെലക്ട് ആവും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫ്രെയിം ടൂൾ യൂസ് ചെയ്യുക, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഫ്രെയിം ടൂള് പഴയ വെർഷൻ ഫോട്ടോഷോപ്പിലൊന്നും അവൈലബിൾ അല്ല. ഇപ്പം ന്യൂ വെർഷൻ ഫോട്ടോഷോപ്പിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആക്ച്വലി ഈ ഫ്രെയിം ടൂള് ഫോട്ടോഷോപ്പ് കൊണ്ടുവന്നത് ഇൻഡിസൈൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിൽ നിന്നൊരു പ്രേരണ ഉൾക്കൊണ്ടിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഫ്രെയിം ടൂള് ഫോട്ടോഷോപ്പിൽ ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അടക്കമുണ്ട്. നമുക്ക് ഫ്രെയിം ടൂളിൽ രണ്ട് ഓപ്ഷൻസ് കാണിക്കും. ഇപ്പോൾ ഫ്രെയിം ടൂൾ എടുക്കുമ്പോൾ നമുക്ക് ഓപ്ഷണൽ മെനു ബാർ വന്ന് നോക്കുമ്പോൾ ഒന്ന് റെക്റ്റാങ്കിൾ ഫ്രെയിം ടൂൾ വരുന്നുണ്ട്, ഒന്ന് സർക്കിൾ വരുന്നുണ്ട്, ഓർ എലിപ്റ്റിക്കൽ എന്ന് വിളിക്കാം നമുക്ക്, സർക്കിൾ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ. അപ്പോൾ ഞാനിപ്പോൾ റെക്റ്റാങ്കിൾ ഫ്രെയിം ടൂള്, അതായത് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ അല്ലെ റെക്റ്റാങ്കുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റെക്റ്റാങ്കുലർ ഫ്രെയിം ടൂള് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഥവാ ഞാൻ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ടാണ് ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കറക്റ്റ് സ്ക്വയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു റെക്റ്റാങ്കിൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ലൈക്ക് ഒരു എക്സ് പോലെ നിങ്ങൾക്ക് കാണാം അല്ലേ, എക്സ് പോലൊരു ഭാഗം കാണാം. അതിന് നമ്മൾ ഫ്രെയിം ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മൾ മൂവ് ടൂൾ എടുക്കുകയാണ്. മൂവ് ടൂൾ എടുക്കുമ്പോൾ ആ ഒരു ഏരിയക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ വേറൊരു ലെയറിൽ, ഇപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ക്ലിക്ക് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ആ ട്രാൻസ്ഫോം ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്ന ആ നോഡുകളൊക്കെ പോയി. ഇനി ഈ കാണുന്ന ഈ ഒരു ഏരിയനെ നമുക്ക് പ്ലേസ് ഹോൾഡർ എന്ന് വിളിക്കാം, നമുക്ക് ആ ഒരു ഏരിയനെ. ഓക്കെ, ഞാൻ ഫ്രെയിം ടൂൾ ക്രിയേറ്റ് ചെയ്ത് ഫ്രെയിം ലെയറിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഫ്രെയിം ലെയറിലേക്ക് ഞാൻ വന്നു. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഒരു ക്ലിപ്പിംഗ് മാസ്ക് ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട്. ഇവിടെ നമ്മളെ കണ്ടന്റ് ലെയറും കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് കിടക്കുന്നത്, കമ്പൈൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കണ്ടന്റ് ലെയറും ഉണ്ട്, ഒരു ക്ലിപ്പിംഗ് ലെയറും ചേർന്നിട്ടാണ് നമ്മുടെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ലെയർ പാനൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം നമ്മുടെ സാധാരണ ഒരു നോർമൽ കണ്ടന്റ് ലെയറിനേക്കാളും ചെറിയൊരു വ്യത്യാസം ഇവിടെ ഫ്രെയിം ടൂൾ എടുക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ടേ നമ്മുടെ ഈ ഒരു ഫ്രെയിം ടൂളെ ഞാൻ ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഈ നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിൽ ചേഞ്ചസ് റീസൈസ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്തിട്ട് അങ്ങോട്ട് നീക്കി വെക്കുകയാണ്. ഞാൻ സെൻറ്ററിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്, മുകളിൽ സെൻറ്ററിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്രെയിം ടൂൾ എടുത്തിട്ട് അതിൽ സർക്കിൾ ഓർ എലിപ്സ് എന്ന് പറഞ്ഞൊരു ടൂളും കൂടി ഉണ്ട്, ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്യാണ്. അപ്പം ലൈക്ക് ഒരു സ്ക്വയർ പോലെയാണല്ലോ വരുന്നത്. പക്ഷേ ആക്ച്വലി അത് നമ്മൾ മൗസ് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് സർക്കിൾ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇത് എലിപ്സ് ആക്കണമെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്ഫോം ഓപ്ഷൻ പിടിച്ച് ജസ്റ്റ് ഒന്ന് ചേഞ്ചസ് വരുത്തിയാൽ മതി. അപ്പോൾ നമുക്കത് എലിപ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പം ഞാൻ കൺട്രോൾ Z അമർത്തി അൺഡു ചെയ്തു. ഇപ്പം എനിക്കിതിനെ റീസൈസ് ചെയ്യണം, പക്ഷെ എലിപ്സ് ആവരുത്, അല്ലെങ്കിൽ ഇതിൽ മറ്റു വ്യത്യാസങ്ങളൊന്നും വരരുത്, സൈസിൽ മാത്രം വ്യത്യാസം വന്നാൽ മതിയെങ്കിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് റീസൈസ് ചെയ്താൽ അതേ സെയിം പ്രൊപ്പോർഷനിൽ തന്നെ നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റും. അഥവാ നമുക്ക് എലിപ്സ് ആവണമെങ്കിൽ ഷിഫ്റ്റ് അമർത്താതെ ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു നോഡ് പിടിച്ചിട്ട് നമുക്കതിനെ റീസൈസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് റീസൈസ് ചെയ്ത് എലിപ്സ് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു സൈസിലേക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ രണ്ട് ഫ്രെയിമുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലേ, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ
ഒന്ന് ഫ്രെയിം 1ഉം ഒന്ന് ഫ്രെയിം 2ഉം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഫ്രെയിം 1 സെലക്ട് ചെയ്യുമ്പോൾ 1ലേക്ക് സെലക്ഷൻ വന്നു, 2ലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെ 2 ലെയർ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നമ്മളെ സർക്കിൾ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഫ്രെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിനുള്ളിൽ ഒരു ഇമേജിനെ എങ്ങനെ കൊണ്ടുവരാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഏറ്റവും മുകളിലുള്ള ഫ്രെയിം, അതായത് ഫ്രെയിം 1 ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ നമ്മൾ മൂവ് ടൂൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ആ ഫ്രെയിം ടൂളിൽ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫയലിൽ പോയിട്ട് ഇതിൽ നേരെ താഴോട്ട് വരുമ്പോൾ ഫയൽ എംബഡഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമുക്ക് ലൊക്കേഷനിലേക്ക് പോകും. നമുക്ക് ഏത് ഇമേജ് ആണ് അതിലേക്ക് കൊണ്ടുവരേണ്ടത് ആ ഇമേജ് സെലക്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ ഈ ഒരു ഇമേജ് ആണ് എടുക്കുന്നത്. എന്നിട്ട് പ്ലേസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ആ ഒരു ഇമേജ് പ്ലേസ് ആയിട്ട് വരുന്നത് കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ലെയർ പാനലിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ടന്റ് ലെയറിൽ ഇമേജ് വന്നിട്ടുണ്ട്, ഫ്രെയിം ലെയർ, അതായത് അവിടെ ഒരു ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിട്ടുള്ള ഒരു ലെയർ കാണാം. അതില് നമ്മളെ റെക്ടാങ്കുലർ ഫ്രെയിം എന്ന് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് Ctrl+T അമർത്തിയിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. ഇമേജിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇവിടെയുള്ള വ്യത്യാസം പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഇമേജ് ലെയർ, ഇപ്പൊ ഈ ലെയർ പാനലിൽ ലെയേഴ്സിൽ ഇമേജിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 4 ഭാഗത്തൊരു വൈറ്റ് കളറിൽ ഒരു സെലക്ഷൻ കാണാൻ പറ്റും. അപ്പൊ ഇമേജ് ആണ് സെലക്ട് ആയിട്ടുള്ളത്. ഇനി ഞാൻ Ctrl+T അമർത്തി ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും, റീസൈസ് ചെയ്യാൻ പറ്റും ഇമേജിനെ. കണ്ടോ, ഞാൻ ഇമേജിനെ റീസൈസ് ചെയ്ത് ടിക്ക് അല്ലെങ്കിൽ എൻ്റർ കൊടുത്താൽ മതിയാവും. ഇനി എനിക്ക് ഈ ഫ്രെയിമിലാണ് വ്യത്യാസം വരേണ്ടത് എങ്കിൽ ഞാൻ ഈ സെയിം ലെയറിൽ തന്നെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ കണ്ടോ സെലക്ഷൻ ആ വൈറ്റ് കളറിൽ ചുറ്റും ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഫ്രെയിമിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. Ctrl+T അമർത്തിക്കൊണ്ട് നമുക്ക് ആ ഫ്രെയിമിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പൊ ഞാൻ ഫ്രെയിമിനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഇമേജിനെ അല്ല. അതാണ് ഇതിലെ വ്യത്യാസം. ഓക്കെ, ഞാനിപ്പോ ടിക്ക് മാർക്ക് അല്ലെങ്കിൽ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഓക്കെ ആയിട്ട് വരും. അപ്പോ ഈ കാണുന്ന ഔട്ടർ ലൈൻ, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ബ്ലാക്ക് ലൈൻ കാണാല്ലേ, ഇത് നമ്മുടെ ഇമേജിന്റെ ഔട്ടർ ലൈൻ ആണ്. ഓക്കെ, ഈ കാണുന്നത് നമ്മുടെ ഫ്രെയിമിന്റെ ഔട്ടർ ലൈൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഫ്രെയിമിന് ഇമേജ് ഉള്ള ആ ഒരു സ്പേസ് വരെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. കണ്ടോ, ഇതിലേക്ക് വരെ കൊണ്ടുപോകാം, കാരണം അത്ര ഇമേജ് ഉണ്ട്. അല്ല നമുക്ക് അത്ര ഇമേജ് വേണ്ട, നമുക്ക് ഫ്രെയിം നമുക്ക് ചുരുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്കൊരു ബ്രൗസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ് പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് കണ്ടന്റ് അതുപോലുള്ള ഇമേജസ് ഒക്കെ ഇങ്ങനെ ഫ്രെയിം ലെയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാണുന്ന ഫ്രെയിം ലെയറിൽ, അതായത് ഈ കാണുന്ന ഷേപ്പ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ സർക്കിൾ മാത്രമല്ല നമുക്ക് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്രെയിമിനെ ഞാൻ മാറ്റി റീസൈസ് ചെയ്തുകൊണ്ട് ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിനെ ഈ ഒരു സൈഡിലേക്ക് വെച്ചു. ഞാൻ എന്നിട്ട് ആ ഇമേജിൽ സെലക്ഷൻ കൊടുത്തിട്ട് ആ ഇമേജിനെ ഞാൻ Ctrl+T അമർത്തിക്കൊണ്ട് ഞാൻ ഇമേജിനെ റീസൈസ് ചെയ്യാണ്. ഇമേജിനെ മാത്രം ഞാൻ Ctrl+T അമർത്തിക്കൊണ്ട് റീസൈസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ആ ഇമേജ് കറക്റ്റ് ആയിട്ട് വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റർ അടിച്ച് അതിനെ കറക്റ്റ് ആയിട്ട് വെച്ചു. നമുക്ക് ഈ ഇമേജിനെ ഫ്രെയിമിനെ ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാനിപ്പോ ഫ്രെയിം ആ ഒരു ലെയറിനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് അപ്പുറത്തെ നമ്മുടെ ഇമേജ് ലെയറിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് Ctrl+T അമർത്തിക്കൊണ്ട് ഒരുമിച്ച് നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോം Ctrl+T ആണ് ഷോർട്ട് കട്ട്. അതും അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ആ ലെയർ സെലക്റ്റഡ് ആണോ എന്ന് നോക്കാം. ഏത് ലെയർ ആണോ ട്രാൻസ്ഫോം ചെയ്യുന്നത് അത് സെലക്റ്റഡ് ആണോ എന്ന് നോക്കാം. എന്നിട്ട് എഡിറ്റിൽ പോയതിനു ശേഷം ഇവിടെ ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. Ctrl+T ആണ് ഷോർട്ട് കട്ട്. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാവുന്നതാണ്. നമുക്ക് റീസൈസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ ഈ ഒരു അതേ പ്രൊപ്പോർഷനിൽ തന്നെ നമുക്ക് ഇതിനെ റീസൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്താൽ മതി. ഇനി പ്രൊപ്പോർഷൻസിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് നമ്മൾ റീസൈസ് ചെയ്താൽ ആ ചേഞ്ചസ് അതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രത്തോളം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റർ കൊടുക്കുക അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എലിപ്സിലും അതുപോലെ തന്നെ നമുക്ക് ഒരു ഇമേജിനെ കൊണ്ടുവരാം. അപ്പൊ ഞാൻ എലിപ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നേരെ ഞാൻ പോയിട്ട് ഫയലിൽ നേരത്തെ എടുത്ത ഓപ്ഷൻ പ്ലേസ് എംബഡഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്തു. അപ്പൊ അത് ആ ഒരു ഇമേജും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഫ്രെയിം ടൂൾ യൂസ് ചെയ്യുക എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു സർക്കിൾ അല്ലെ റെക്ടാങ്കിൾ ടൂൾസ് ഡിസൈനിങ് വർക്കുകളിൽ നിങ്ങൾക്ക് പൊതുവായിട്ട് യൂസ് ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഈ ഒരു
ഫ്രെയിമിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ലേ ഔട്ട് ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ എവിടെ ഇമേജ് വരണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇതാണ് പബ്ലിഷിംഗ് ഡിസൈനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. സോ നിങ്ങൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോട്ടോഷോപ്പ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. ആൻഡ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ഫോട്ടോഷോപ്പ്, അതായത് ഫോട്ടോഷോപ്പിന്റെ ബേസിക് മുതൽ ഫോട്ടോഷോപ്പിന്റെ എല്ലാ ടൂൾസും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തു വരാണ്. അപ്പൊ ഏകദേശം ഇനിയും ഒരുപാട് ടൂൾസിന്റെ മാത്രമായിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസിലേക്ക് പോകും. മൊബൈൽ ഡ്രോയിങ് ചെയ്യുന്ന ട്യൂട്ടോറിയൽസ്, വെക്ടർ ആർട്ട് ചെയ്യുന്നത്, പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ ട്യൂട്ടോറിയൽസ് കാണാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇനിയും മുമ്പിലോട്ട് നല്ല നല്ല കണ്ടന്റ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.